എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്കൊന്നുകിൽ ഓൺലൈൻ പേയ്മെൻറ്റോയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 29-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഫീസ് അടക്കാത്തവരെ തുടർന്നുള്ള തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ചവർ അധിക ഫീസ് ഉണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതിയാകും. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് 29/8/2024 വരെ ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഒരു കോളേജിലും ഇപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. അഡ്മിഷൻ എടുക്കേണ്ട സമയം പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. അത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അപേക്ഷകർ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കോളേജുകൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ശാഖകളിൽ നിങ്ങൾ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് വെബ്സൈറ്റിൽ അത് എഫക്റ്റ് ചെയ്യുകയുള്ളൂ. അതായത് വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരികയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ അലോട്ടഡ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരേ സമയം എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്നത് കാരണം വെബ്സൈറ്റ് ചെറിയ രീതിയിൽ ഈ ഒരു സ്റ്റക്കായിട്ടുണ്ട്. സ്റ്റക്കല്ല, ജസ്റ്റ് ലോഡാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അല്പസമയം കഴിഞ്ഞ് പരിശോധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായത് വെബ്സൈറ്റ് ഈ ഒരു ലോഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ലോഡാവാനായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഇപ്പോൾ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് പരിശോധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേജ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത് വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ടാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും രജിസ്ട്രേഷൻ ID-യും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ്, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും, അതുപോലെ തന്നെ ആദ്യം MLT കോഴ്സിനും പിന്നീട് ഇപ്പോൾ BSc നഴ്സിംഗിനുമാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അവിടെ അതായത് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് 29-ാം തീയതിക്കുള്ളിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.